ജൂൺ 4 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി കോഴിക്കോട് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണ്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ JDT ഇസ്ലാം എഡ്യൂക്കേഷൻ കോംപ്ലക്സിലാണ് കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലും ഇവിടെയാണ് നടക്കുക. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ താമരശ്ശേരി സെന്റ് അൽഫോൻസ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 6:30 സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. തപാൽ വോട്ടുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമാണ് ആദ്യം തുറക്കുക. ഹോം വോട്ടിംഗ്, ETPBS ഉദ്യോഗസ്ഥരുടെ വോട്ടുകൾ എന്നിവയടക്കം 5 വിഭാഗങ്ങളിലെ വോട്ടുകൾ ചേർന്നതാണ് തപാൽ വോട്ട് അഥവാ ആബ്സെന്റി വോട്ടുകൾ. വരണാധികാരികളുടെ നേതൃത്വത്തിൽ കേന്ദ്രീകൃത രീതിയിൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 30 വീതം ടേബിളുകളിലായാണ് തപാൽ വോട്ടുകൾ എണ്ണുക. ഒരു ടേബിളിൽ 500 വോട്ടുകൾ വരെ എണ്ണും. കോഴിക്കോട് മണ്ഡലത്തിൽ 14,000-ലേറെയും വടകര മണ്ഡലത്തിൽ 15,000-ലേറെയും തപാൽ വോട്ടുകൾ ഉൾപ്പെടെ 29,000-ലേറെ തപാൽ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. ആദ്യം ETPBS വോട്ടുകളാണ് എണ്ണുന്നത്. ഇതിനു മുന്നോടിയായി ETPBS വോട്ടുകളുടെ പ്രീ കൗണ്ടിംഗ് പ്രക്രിയ നടക്കും. ബാർകോഡുകൾ സ്കാൻ ചെയ്ത് വോട്ടർക്ക് നൽകിയ പിൻ നമ്പറും വോട്ട് രേഖപ്പെടുത്തി തപാലിൽ അയച്ച നമ്പറും ഒത്തുനോക്കി രണ്ടും ഒരുപോലെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവ വോട്ടെണ്ണലിന് പരിഗണിക്കുക. 8 മണിയോടെ ETPBS എണ്ണി തുടങ്ങും. തപാൽ വോട്ടുകൾ എണ്ണാൻ ഓരോ ടേബിളിലും ഓരോ ഡെസിഗ്നേറ്റഡ് AROമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ, 2 കൗണ്ടിംഗ് അസിസ്റ്റന്റ്സ്, ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരുണ്ടാകും. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണൽ. തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയ ശേഷം 8:30 EVM വോട്ടുകൾ എണ്ണാൻ തുടങ്ങും. ഇതിനായി ഓരോ നിയമസഭാ മണ്ഡലത്തിനും 1 വീതം കൗണ്ടിംഗ് ഹാൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ 2 ലോക്സഭാ മണ്ഡലങ്ങൾക്കുമായി ആകെ 14 കൗണ്ടിംഗ് ഹാളുകളാണ് ഉണ്ടാവുക. 1 മുതൽ 14 വരെ പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകളാണ് ആദ്യ റൗണ്ടിൽ എണ്ണുക. 15 മുതൽ 28 വരെ പോളിംഗ് സ്റ്റേഷനുകൾ രണ്ടാം റൗണ്ട്, 29 മുതൽ 42 വരെ പോളിംഗ് സ്റ്റേഷനുകൾ മൂന്നാം റൗണ്ട് എന്നീ ക്രമത്തിൽ വോട്ടെണ്ണൽ നടക്കും. ഓരോ റൗണ്ട് വോട്ടെണ്ണലും പൂർത്തിയായാൽ ലീഡ് നില അറിയിക്കും. ഇതിനായി 1 മുതൽ 7 വരെ ടേബിളുകളുടെ ചുമതല ഒരു സംഘത്തിനും 8 മുതൽ 14 വരെയുള്ള ടേബിളുകളുടെ ചുമതല രണ്ടാമത്തെ സംഘത്തിനും നൽകിയിട്ടുണ്ട്. ഒരു റൗണ്ട് എണ്ണിത്തീരാൻ ഏകദേശം 20 മുതൽ 25 മിനിറ്റ് എടുക്കും. 3 വലയങ്ങളായാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ സുരക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ ചുറ്റളവിൽ സംസ്ഥാന പോലീസിനും 2ാം ഗേറ്റ് മുതൽ സംസ്ഥാന ആംഡ് പോലീസിനുമാണ് സുരക്ഷ. സ്ട്രോങ് റൂം, കൗണ്ടിംഗ് ഹാളിന്റെ പ്രവേശന കവാടം എന്നിവിടങ്ങളിൽ കേന്ദ്ര ആംഡ് പോലീസ് സുരക്ഷയൊരുക്കും.